ഫേസ്ബുക്ക് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് എൻക്വയറീസുകൾ വരുന്നുണ്ട്. ആവശ്യമുള്ള ആളുകളുണ്ട്, ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ട്. ഇതിൽ നിന്ന് ആളുകളെ ഒന്നൊരു ഫിൽട്ടർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഈ ഫിൽട്രേഷൻ ഒരു ഓപ്ഷൻ നമ്മുടെ ഫേസ്ബുക്ക് ഇത് തന്നെയുണ്ട്. നമ്മുടെ ഈ വരുന്ന ആളുകൾക്ക് നമുക്കൊരു ക്വസ്റ്റ്യനാറുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി ആ കസ്റ്റമറിലേക്ക് ഒരു ആഡ് ഇട്ടു. ആ ആഡിലേക്ക് ഒരുപാട് എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ചോദ്യം, നിലവിൽ നിങ്ങളുടെ വീടിന്റെ സ്റ്റേജ് ഏതാണ്? ചിലവര് തറപ്പണി മാത്രമേ ഇട്ടിട്ടുണ്ടാവുള്ളൂ, ചിലവര് പെയിന്റിങ്ങിലാവും, ചിലവര് ആ വീടിന്റെ തേപ്പ് കഴിഞ്ഞിട്ടുള്ള കൺസ്ട്രക്ഷന്റെ സ്റ്റേജ് ഒരു 3rd-ലോ 4th-ലൊക്കെ അയക്കണം. അല്ലെങ്കിൽ ചിലവര് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, എത്ര എമൗണ്ട് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനറിൽ നമ്മൾ ക്വസ്റ്റ്യൻസും അതിന് ആൻസേഴ്സും കൊടുക്കുന്ന സമയത്ത് അതിൽ അവരുടെ സ്റ്റേജ് മനസ്സിലാവും. സെക്കൻഡ് സ്റ്റേജ് അവരുടെ ബഡ്ജറ്റ് എത്രയാണ്. ചിലവരുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവായിരിക്കുന്നതിനാൽ നമ്മൾ മിനിമം പ്രൊജക്റ്റുകൾ 3 lakhs to 5 lakhs ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് കൊടുക്കും 3 to 5 lakhs, 5 lakh to 10 lakhs, 10 lakhs to 50 lakhs വരെ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരുടെ മാക്സിമം ലിമിറ്റേഷൻ എന്താണെന്നും അവരെ ക്വാളിഫൈഡ് കസ്റ്റമർ ആണോ എന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിന് താഴെയുള്ള ആൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ബാക്കൗട്ട് എക്സിറ്റ് ആയി പോകും. അപ്പം ലീഡിന്റെ ക്ലിക്ക് റേറ്റ് കൂടിയാലും നമ്മളുടെ കയ്യിലേക്ക് വരുന്ന ലീഡിന്റെ കൗണ്ട് കുറവായിരിക്കും, പക്ഷെ വരുന്ന ആളുകൾ വളരെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക.